നമസ്കാരം, ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആൻഫീൽഡിൽ ലിവർപൂൾ കത്തിച്ചിരിക്കുകയാണ്. റയൽ മാഡ്രിഡിനെ മക്കലിസ്റ്റർ നേടിയ ഗോളിൽ 1-0 തോപ്പിച്ചുകൊണ്ട് ആൻഫീൽഡ് ഞങ്ങളുടെ തന്നെ കോട്ടകയാടെ എന്ന് ലിവർപൂൾ അറിയിച്ചിരിക്കുകയാണ്. ഈ ഒരു മാച്ചിലോട്ട് വരുന്നതിന് മുമ്പ് പലർക്കും പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈവൻ ഡൈ ഹാർഡ് ലിവർപൂൾ ഫാൻസിന് പോലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, റയൽ മാഡ്രിഡ് നല്ല ഫോമിലാണ്, നമ്മുടെ ഈ സീസണിലെ സ്റ്റാർട്ട് മോശമാണ്, നന്നായിട്ട് കളിക്കുമോ, റയൽ മാഡ്രിഡ് ഔട്ട് ക്ലാസ് ചെയ്യുമോ? ഇല്ല, റയൽ മാഡ്രിഡ് ഔട്ട് ക്ലാസ് ചെയ്യുകയല്ല, ലിവർപൂൾ റയൽ മാഡ്രിഡിനെ 100% ഫസ്റ്റ് ആദ്യത്തെ വിസിലോട്ട് ലാസ്റ്റ് റെഫറി ഫുൾ ടൈം വിസിൽ അടിക്കുന്നിടം വരെ ഔട്ട് ക്ലാസ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു ലിവർപൂളിൻ്റെ ഇന്നലത്തെ പിച്ചിലെ. ആൻഡ് പോസ്റ്റ് മാച്ച് ചാബി അലോൺസോ എന്ന് പറയുകയുണ്ടായി, ഇറ്റ് വാസ് ആൻ ഫസ്റ്റ് ഹാഫ് ഈവൻ ആയിരുന്നു, ഞങ്ങളും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, രണ്ട് ടീം ഈക്വലി ഗുഡായിട്ടാണ് കളിച്ചത്. അല്ല, അത് ഒരിക്കലും കറക്റ്റ് അല്ല. 100% ലിവർപൂൾ ഡോമിനേഷൻ ആണ്. അത് ഈവൻ മഡ്രിഡ് ഫാൻസ് പോലും അഗ്രി ചെയ്തൊരു കാര്യമായിരിക്കും. 100% ആദ്യത്തെ മിനിറ്റ്സ് തൊട്ട് ഫസ്റ്റ് ഹാഫ് മാത്രമല്ല, ഫസ്റ്റ് ഹാഫിൽ മാത്രമല്ല സെക്കൻഡ് ഹാഫിലും രണ്ട് ഹാഫിലും ലിവർപൂൾ ഡോമിനേഷൻ തന്നെയായിരുന്നു നമ്മൾ കണ്ടത്. അതിന് ഇന്നലെ എന്താണ് സംഭവിച്ചത്, എന്താണ് സ്ലോട്ട് വരുത്തിയ ഒരു മാറ്റം? സ്ലോട്ട് ഇന്നലെ ഇറക്കിയ ലൈനപ്പ് നിങ്ങളിപ്പം നോക്കുക. ഇപ്പം നിങ്ങൾക്ക് പിച്ച് കാണാം. സ്ലോട്ട് ഇറക്കിയ ലൈനപ്പ് ഫ്ലോറിയൻ വിറ്റ്സിനെയാണ് ആൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്ത് ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഫ്ലോറിയൻ വിറ്റ്സിനെ ഗ്യാക്പോനെ പുള്ളി ബെഞ്ച് ചെയ്യുന്ന സിനാരിയോ കണ്ടു. ആൻഡ് ഫ്ലോറിയൻ വിറ്റ്സിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ലിവർപൂൾ ഷാട്ട്. ഇന്നലെ ആൾ ഗോളോ അസിസ്റ്റോ ഒന്നും നേടിയിട്ടില്ല എന്നുള്ള രീതിയിൽ ട്രോളുകൾ വരുവാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ലൈക്ക് ഇറ്റ്. കാരണം ഇന്നലത്തെ മാച്ചിൽ ഫ്ലോറിയൻ വിറ്റ്സ് ആ പിച്ചിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പ്ലെയർ ആയിരുന്നു. ആ പിച്ചിലെ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത പ്ലെയർ, 5ഓളം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റീവ് ഔട്ട്പുട്ട് ആയിരുന്നു ആൾ. 50% ഡ്യുവൽസ് ആൾ വിൻ ചെയ്തു, വിച്ച് ഈസ് ഗുഡ്. പിച്ചിൽ 11.4 കിലോമീറ്ററാണ് ഇന്നലെ കവർ ചെയ്തത് ആ ഒരു ഫ്ലോറിയൻ വിറ്റ്സ്. ആൻഡ് ഹി വാസ് എവരിവെയർ. ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ഓൺ പേപ്പർ സ്റ്റാർട്ട് ചെയ്തത്. പുള്ളി പിച്ചിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു, ഹോൾസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിന് ഇടയിൽ ഏറ്റവും ക്യാപ്റ്റിസം ക്രിയേറ്റ് ചെയ്ത ഒരു പ്ലെയർ ഫ്ലോറിയൻ വിറ്റ്സ് ആയിരുന്നു. കാരണം പുള്ളിയുടെ മൂവ്മെൻറ്റ്സും പുള്ളിയുടെ ഓൺ ദ ബോൾ അബിലിറ്റീസും പുള്ളിയുടെ ഫസ്റ്റ് ടച്ചുകളും സപ്പോസ് ലൈനെ റിലീസ് ചെയ്യുന്ന പാസുകൾ, 1-2 ലിങ്കപ്സിൽ പുള്ളി രസകരമായ കാര്യം എന്താണ്, ഫ്ലോറിയൻ വിറ്റ്സ് ബോൾ ഡിമാൻഡ് ചെയ്യുക. ഇന്നത്തെ മാച്ച് കണ്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും, ഫ്ലോറിയൻ വെച്ച് ഡ്രോപ്പ് ചെയ്യുന്നു, ബോൾ ഡിമാൻഡ് ചെയ്യുന്നത്. അഥവാ പുള്ളി ഓപ്പറേറ്റ് ചെയ്ത കൂടുതൽ എവിടെയാണ്, മിഡ് തേർഡിനും ഫൈനൽ തേർഡിനും ഇടയിൽ ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട്. അതാണ് പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ. എന്തുകൊണ്ട് പുള്ളിക്ക് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചു? മക്കലിസ്റ്റർ, സബോസ്ലൈ, ഗ്രാംബർഗ്, എസ്പെഷ്യലി മക്കലിസ്റ്റർ ഫോമിലായത്. സോ എന്തുകൊണ്ട് ഇന്നലെ ഫ്ലോറിയൻ വിറ്റ്സിന് പുള്ളിയുടെ ബെസ്റ്റ് റോളായ മിഡ് തേർഡിനും ഫൈനൽ തേർഡിനും ഇടയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചു? എന്തുകൊണ്ട് പുള്ളിക്ക് മിഡ് തേർഡിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് ബോൾ കളക്ട് ചെയ്യേണ്ട വന്നില്ല? ഈ സീസൺ ആദ്യമേ കണ്ടതുപോലെ മക്കലിസ്റ്റർ ടോപ്പ് ക്ലാസ് ഫോമിലാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, പറയാതിരിക്കാൻ പോയി. അതിലൂടെ മക്കലിസ്റ്റർ ഫോമിലാകുമ്പോൾ ഗ്രാംബർഗ് കൂടുതൽ ഔട്ട്പുട്ട് വരും, സബോസ്ലൈയുടെ കൂടുതൽ ഔട്ട്പുട്ട് വരും. അവർ രണ്ടുപേരും നല്ല സീസൺ കളിക്കുന്നുണ്ട്, ബട്ട് മക്കലിസ്റ്റർ ഓഫ് ആയിരുന്നു. സോ അവിടെ എന്തോ മിസ്സിംഗ് ആയിരുന്നു, ഫ്ലോറിയൻ വിറ്റ്സിന് മിസ്സാവുന്നുണ്ടായിരുന്നു. സോ ഇപ്പോൾ എന്തുകൊണ്ട് മക്കലിസ്റ്റർ ഡ്രോപ്പ് ചെയ്യുന്നു, ബോൾസ് റിസീവ് ചെയ്യുന്നു, ക്യാരി ചെയ്യുന്നു, ഗ്രാംബർഗ് ഡ്രോപ്പ് ചെയ്യുന്നു, ക്യാരി ചെയ്യുന്നു. ഗ്രാംബർഗ് പുഷ് ചെയ്യുമ്പോൾ മക്കലിസ്റ്റർ ഡ്രോപ്പ് ചെയ്യുന്നു, മക്കലിസ്റ്റർ പുഷ് ചെയ്യുമ്പോൾ ഗ്രാംബർഗ് ഡ്രോപ്പ് ചെയ്യുന്നു, സബോസ്ലൈ ഒരു എഞ്ചിൻ അറ്റാക്ക് ചെയ്യുന്നു. സോ ഫ്ലോറിയൻ വിറ്റ്സിന് പുള്ളിയുടെ ഏരിയാസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് പ്യുവർ എന്താ പറയുക 100% ടാക്ടിക്കൽ സക്സസ് എന്ന് പറയുന്നില്ല. അതാണ് ഇന്നലെ നമ്മൾ ലിവർപൂളിൻ്റെ കയ്യിൽ നിന്നും കണ്ടത്, പറയാതിരിക്കാൻ വയ്യ. ആൻഡ് നമ്മൾ ഈ വിച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മക്കലിസ്റ്ററിൻ്റെ കാര്യം എടുത്ത് പറയാൻ തോന്നുന്നു. സോ മക്കലിസ്റ്റർ കഴിഞ്ഞ മാച്ചുകളിൽ ഫോമിലായത് ലിവർപൂളിന് ഹ്യൂജ് ബൂസ്റ്റാണ്. ഏറ്റവും ആശ്വസിക്കുന്ന പ്ലെയർ ഗ്രാംബർഗ് ആയിരിക്കും. ഗ്രാംബർഗിന് ഭയങ്കര ആശ്വാസമായിരിക്കും ഇപ്പോൾ മക്കലിസ്റ്ററിൻ്റെ ഫോം, കാരണം അവർക്കിടയിലുള്ള കോമ്പിനേഷൻ ടോപ്പാണ്. പിന്നെ ഇപ്പോൾ സബോസ്ലൈയുടെ എഫേർട്സ് കൂടുതൽ ഔട്ട്പുട്ടും കാണാനായിട്ട് തുടങ്ങി. സോ ഇന്നലെ റയൽ മാഡ്രിഡ് ടീം ഓൾമോസ്റ്റ് സെയിം ലൈനപ്പായിട്ടാണ് പോയത്. നമ്മൾ എൽ ക്ലാസിക്കോയിൽ കണ്ട ലൈനപ്പായിട്ട് നമ്മൾ കമോവിംഗേനെയും വാൽവേഡേനെയാണ് റൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടത്. സോ കമോവിംഗ നമുക്കറിയാം ഇൻവേർട്ട് ചെയ്തൊരു ഡബിൾ പിവറ്റ് ഫോം ചെയ്യും ചൗമനിയോടൊപ്പം. ബട്ട് കമോവിംഗയും ചൗമനിയും അല്ല റയൽ മാഡ്രിഡിൻ്റെ ക്രിയേറ്റീവ് പ്ലേയേഴ്സിൽ. റയൽ മാഡ്രിഡിൻ്റെ ക്രിയേറ്റീവ് പ്ലെയർ ആരായിരുന്നു? ആർഡെ ഗൂളറാണ്. ആർഡെ ഗൂളർ ഇന്നലത്തെ ഗെയിമിൽ സ്ട്രഗിൾ ചെയ്യുന്നു. സ്ട്രഗിൾ എന്ന് പറയുന്നത് തന്നെ ഒരു അണ്ടർ സ്റ്റേറ്റ്മെൻ്റ് ആയി പോകും. അന്യായ പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂൾ പ്ലേയേഴ്സിൻ്റെ ഗൂളറിനെ ഗെയിമിൽ നിന്ന് കംപ്ലീറ്റ്ലി ഔട്ടാക്കുന്ന കാര്യത്തിലോട്ട് വരും. എസ്പെഷ്യലി മക്കലിസ്റ്റർ ഗൂളറിനോടൊപ്പം പല സിറ്റുവേഷൻസിലും ഉണ്ടായിരുന്നു. ആൻഡ് ഗൂളറിൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ ക്രിയേറ്റീവ്ലി ഒന്നും വന്നില്ല. പുള്ളി ബോളുകൾ യൂസ് ചെയ്യുന്നു, ഫിസിക്കൽ ബാറ്റിൽസുകൾ യൂസ് ചെയ്യുന്നു. സോ ഇന്നലെ ലിവർപൂളിൻ്റെ ഡോമിനേഷനായിരുന്നു ആദ്യത്തെ മിനിറ്റ്. ലിവർപൂളിൽ അന്യായ പ്രസ്സായിരുന്നു ആദ്യത്തെ മിനിറ്റുകളിൽ. ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കുന്നില്ല. ആൻഡ് രസകരമായിട്ടുള്ള ഒരു കാര്യം, എപ്പോഴൊക്കെ ഒരു ബ്രീത്തിങ് സ്പേസ് എടുക്കണോ അതോ എപ്പോഴൊക്കെ ഇപ്പം ഹൗസിൻ്റെ കാലിലോട്ട് ബോൾ പോവുകയാണ്, ഹൗസിന് ഒരു പ്രഷർ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്, പക്ഷെ അവർ പ്രസ് ചെയ്യുന്നില്ല, അവർ ആ ലൈൻ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങൾ കളിക്കുന്നുള്ള രീതിയിൽ ചാലഞ്ച് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ആൻഡ് പ്രസ് ചെയ്യേണ്ടപ്പോൾ അഗ്രസീവ്ലി പ്രസ് ചെയ്യുകയും ചെയ്തു. സോ ഗൂളർ ബാക്ക് ഫുട്ട് ലവ്. ആൻഫീൽഡ് ക്രൗഡ് മാൻ വേറെ ലെവലായിരുന്നു ഇന്നലത്തെ അറ്റ്മോസ്ഫിയർ ആദ്യത്തെ മിനിറ്റ് തൊട്ട്. ആൻഡ് ആൻഫീൽഡ് ക്രൗഡ്
റിയലി റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിൻ്റെ തലയിലോട്ട് വരും, എസ്പെഷ്യലി ഗൂളറിൻ്റെ. ഇപ്പം ജൂഡ് ബെല്ലിംഗമിനെയാണ് ചാബി അലോൺസോ പുഷ് ചെയ്ത് ഹയർ ഓഫ് ദ പിച്ചസിൽ ഗൂളറിനെ ഡ്രോപ്പ് ചെയ്യിപ്പിച്ച് ബിൽഡപ്പ് ലൈൻ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ബട്ട് ഗൂളറിനെ ഫിസിക്കലി ബുള്ളി ചെയ്യുമായിരുന്നു. ഗൂളർ ഓഫ് ദ ബോൾ, ഗൂളർ വാസ് സ്ട്രഗ്ലിംഗ്. സോ ഈ എല്ലാ കേസ് സിനാരിയോസിൽ എന്തുകൊണ്ട് വീണ്ടും ഗൂളറിനെ ഡീപ്പിൽ വെച്ച് തന്നെ ഓപ്പറേറ്റ് ചെയ്തു. ആൻഡ് സെക്കൻഡ് ഹാഫിൽ ചാബി അലോൺസോയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വളരെ ലേറ്റ് ആയിട്ടാണ് വന്നത്. 70 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്ത് റോഡ്രിഗോനെ ഇറക്കാനായിട്ട് കമോയിങ്ക മാരാൻ. ഗൂളർ 80 മിനിറ്റോളം ആ പിച്ചിൽ നിന്നു. പുള്ളി എന്തുകൊണ്ട് ബ്രഹീം ഡിയാസ്, എന്തുകൊണ്ട് സെബായോസിനെ നേരത്തെ ഇറക്കിയില്ല? സെബായോസ്, ബ്രഹീം ഡിയാസ്, പിച്ച് സ്ട്രെച്ച് ചെയ്യണോ? ബ്രിങ് ഓൺ ബ്രഹീം ഡിയാസ്. കുറച്ചുകൂടെ സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ ബ്രഹീം ഡിയാസിനെ കൊണ്ടുവരും. കുറച്ചുകൂടെ ഇപ്പം ഗൂളർ വർക്ക് ചെയ്യുന്നില്ല, കുറച്ചുകൂടെ സെബായോസിനെ കൊണ്ടുവരും. കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, മേ ബി കുറച്ചുകൂടെ ബെറ്റർ ആക്റ്റീവ് ആയിരിക്കും ഒരു കേസിനാരോ. സെബായോസ് പോലത്തെ പ്ലേയേഴ്സ് ബെഞ്ചിൽ. റോഡ്രിഗോനെ 70 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുന്ന റോഡ്രിഗോനെ ഇറക്കി. എൻട്രിക്ക് ബെഞ്ചിലുണ്ട്. സോ ഓപ്ഷൻസ് ബെഞ്ചിലുണ്ട്. എന്നിട്ടും ഇറക്കാൻ ഇപ്പം ട്രെൻഡിനെ ആണെങ്കിലും കുറച്ച് ലേറ്റ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. സോ അങ്ങനത്തെ കുറേ മൊമെന്റ്സ് ഉണ്ടായിരുന്നല്ലേ. സോ ചാബിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ നമ്മൾ ഈ സീസൺ ചാബി നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഓൺ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ്. പക്ഷേ അത് ഇന്നലെ പാളി എന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടി വരും. ആൻഡ് ഇന്നലെ റയൽ മാഡ്രിഡ് വേഴ്സസ് ലിവർപൂൾ ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോൾ നമുക്കറിയാം സബോസ്ലായുടെ കാര്യമൊന്നും ഞാൻ ഇനി എടുത്ത് പറയുന്നില്ല. സബോസ്ലായ വാസ് എവരിവെയർ ടോപ്പായിരുന്നു. പക്ഷേ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഈ ബിൽഡപ്പ് ചെയ്യാനായിട്ട് റയലിന് സാധിക്കുന്നില്ല. സോ റയലിനെ കൊണ്ട് ലോങ് പോകാനായിട്ട് ഫോഴ്സ് ചെയ്യുന്ന സിനാരിയോസ് നമ്മളുണ്ട്. ആ ലോങ് പോകുമ്പോഴെല്ലാം ഫസ്റ്റ് ബോൾസും വിൻ ചെയ്യുന്നത് ലിവർപൂൾ ആയിരുന്നു, സെക്കൻഡ് ബോൾസും വിൻ ചെയ്യുന്നത് ലിവർപൂൾ ആയിരുന്നു. സോ എടുത്തു പറയേണ്ട കാര്യം ഫോഴ്സ് ചെയ്തു, റയലിനെ ലോങ് പോകാനായിട്ട് ഫോഴ്സ് ചെയ്തു. ആ എല്ലാ കേസ് സിനാരിയോസിലും ഫസ്റ്റ് ബോൾസ് എല്ലാം മാണ്ടേക്കും കൊണാട്ടയും മറ്റും എല്ലാമാണ് വിൻ ചെയ്യുന്നത്. സെക്കൻഡ് ബോൾസും ചെല്ലുന്നത് നേരെ ലിവർപൂൾ പ്ലേയേഴ്സിൻ്റെ കാലിലോട്ടാണ്. കൂടാതെ നമ്മൾ എൽ ക്ലാസിക്കോയിൽ കണ്ട ഒരു സംഭവമാണ് ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. നമ്മുടെ ബാർസലോണ അന്ന് നമ്മൾ ക്ലിയർലി എടുത്ത് കാണിച്ചൊരു കാര്യമാണ്. നമ്മുടെ ആ ഡിഫൻസും മിഡ്ഫീൽഡിനും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഏരിയാസിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് റയൽ മാഡ്രിഡ് കംഫർട്ടബിൾ ആയിരുന്നു. ഗൂളർ ബോൾ റിസീവ് ചെയ്യുന്നു, ബെല്ലിംഗം റിസീവ് ചെയ്യുന്നു, കമോയിങ്ക റിസീവ് ചെയ്തിട്ട് ആ സ്പേസിൽ കംഫർട്ടബിളി ടേൺ ചെയ്യണം. കാരണം എന്താണ്, ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതേ സമയത്ത് ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ലിവർപൂൾ ആ ഒരു ഗ്യാപ്പ് കൊടുത്തില്ല. അവർ വളരെ കോമ്പാക്റ്റ് ആയിരുന്നു. കൂടാതെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ റയൽ മാഡ്രിഡിന് അഗേൻസ്റ്റ് ആ ഒരു ഗ്യാപ്പ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. സോ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനൊക്കെ നോക്കുക. റയൽ മാഡ്രിഡിന് അഗേൻസ്റ്റ് ആ ഒരു ഏരിയാസിൽ കംഫർട്ടബിളി ഓപ്പറേറ്റ് ചെയ്യണം. റയൽ മാഡ്രിഡ് പ്രസ് ചെയ്യണോ വേണ്ടോ എന്ന് ഓർത്ത് ഹാഫ് ഹാർട്ടഡ്ലി നിൽക്കുകയാണ്. അത് നിങ്ങൾക്ക് കാണാം അവിടെ പാസിംഗ് ഓപ്ഷൻസ് എന്ത് മാത്രമാണ് ഇവിടെ ഉള്ളതെന്ന്. ആൻഡ് വൈഡിൽ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൺ നടത്തുന്നുണ്ട് റോബർട്ട്സൺ. അവിടെ ഒരു പാസിംഗ് ഓപ്ഷൻ ഉണ്ട്. കൂടാതെ സെൻറ്റർ ബാക്സുകളാണെങ്കിലും ചാടി കയറി അഗ്രസീവ്ലി പ്രസ് ചെയ്യുന്നില്ല ആ രണ്ട് ലിവർപൂൾ പ്ലേയേഴ്സിലോട്ട്. നിങ്ങൾക്ക് ഇപ്പം കാണാതെ റയൽ മാഡ്രിഡ് കമ്മിറ്റഡ് അല്ലായിരുന്നു ഇന്നലെ അഗ്രസീവ് പ്രസിൻ്റെ കാര്യത്തിലോട്ട് വരും. ആൻഡ് റയൽ മാഡ്രിഡിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ദേ വർ നോട്ട് 100% ഇൻ ദ ഗെയിം. കമ്മിറ്റഡ് അല്ലായിരുന്നു. പ്രസ് ചെയ്യണോ വേണ്ടയോ, അതോ പ്രസ് ചെയ്യുകയാണെങ്കിലും 100% കമ്മിറ്റഡ് ആയിട്ടല്ല. സ്പേസുകൾ ധാരാളം ഉണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ആൻഡ് ധാരാളം മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ബോൾസും സെക്കൻഡ് ബോൾസും ലിവർപൂൾ വിൻ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അമൃതാശ്വരിൽ ലോങ് പോകുന്ന ബോൾ നേരെ ചെല്ലുന്ന ലിവർപൂളിൻ്റെ ഫസ്റ്റ് ബോൾ വിൻ ചെയ്യുന്ന ലിവർപൂൾ, സെക്കൻഡ് ബോളും ചെല്ലുന്ന ലിവർപൂൾ പ്ലെയറുടെ കാലിലോട്ടാണ്. സോ ധാരാളം മൊമെന്റ്സ്. അതുപോലെ റയൽ മാഡ്രിഡ് ലോങ് പോകാൻ പോക്കും നേരെ തിരിച്ചാണ്. അതിന് എടുത്തു പറയേണ്ട കാര്യം ഇന്നലെ ബ്രാഡ്ലി പോക്കറ്റ് ചെയ്തു വിനീഷ്യസ് ജൂനിയറെ, കംപ്ലീറ്റ്ലി പോക്കറ്റ് ചെയ്തു വിനീഷ്യസ് ജൂനിയറെ. അമ്മാതിരി പെർഫോമൻസ്. ലാസ്റ്റ് ഇയർ നമ്മൾ കണ്ട എംബാപ്പേനെ പോക്കറ്റ് ചെയ്യുന്ന ഇന്നലത്തെ മാച്ചിൽ ബ്രാഡ്ലി കംപ്ലീറ്റ്ലി പുള്ളിനെ പോക്കറ്റ് ചെയ്യുന്ന കാര്യം പറയേണ്ടി വരും. ആൻഡ് ഇന്നലത്തെ മാച്ചിൽ ടീബോ കോർട്ടുവ ഇല്ലായിരുന്നെങ്കിൽ റയൽ മാഡ്രിഡ് ഇത് 1-0 നിൽക്കേണ്ട മാച്ചല്ല. ടീബോ കോർട്ടുവയുടെ അന്യായ സേവുകൾ വന്ന മാച്ച്, അന്യായം എന്ന് പറഞ്ഞാൽ വേൾഡ് ക്ലാസ് സേവുകൾ വന്ന മാച്ചാണ്. നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നു സബോസ്ലായുടെ മാൻ, അതും ഹൗസൻ കളഞ്ഞൊരു ബോളാണ്. ഹൗസൻ്റെ കളഞ്ഞെന്നല്ല, ഹൗസൻ അത് റയൽ മാഡ്രിഡിൻ്റെ കാലിരുന്ന ബോളാണ്. പക്ഷേ ഹൗസൻ അതൊരു ടാക്കിൾ ചെയ്യുന്ന ഹൗസൻ വേഴ്സസ് കരാറാസ് ഒരു സിനാരി. അവിടെ ഹൗസൻ ഒരു ബോൾ സ്ലൈഡ് ചെയ്ത് വിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അത് നേരെ ഒരു പാസ് പോലെ വന്ന് ബാക്കിലോട്ടാണ്. അവിടെ വിച്ച് സബോസ്ലായെ ഫൈൻ ചെയ്യുന്ന സബോസ്ലായുടെ ഷോട്ട് 1-1.5 സേവ് ആയിരുന്നു. അത് ഒന്നും പറയാനില്ല. കൂടാതെ കോർണർ കിക്സ് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ടീബോ കോർട്ടുവ ബാക്ക് ടു ബാക്ക് സേവുകൾ നടത്തുന്നു. കൂടാതെ ലാസ്റ്റ് 1-0 ലീഡ് എടുത്തതിന് ശേഷം മാൻ സലയ്ക്ക് കിട്ടിയ ഒരു ചാൻസ് ഉണ്ടായിരുന്നു മാൻ. അത് എനിക്ക് ഈ ഒരു കേസ് സിനാരിയോ നിങ്ങളൊക്കെ ഇതാണ് റയൽ മാഡ്രിഡ് ഓപ്പൺ ആവുന്ന സിനാരിയോ ആണ്. നിങ്ങൾക്ക് ഇപ്പം മേളിൽ നോക്കുമ്പോൾ കാണാം എന്ത് ഓപ്പൺ ആണ് ഇത്, എന്ത് ഗ്യാപ്സ് ആണ്, എവിടെ നമ്പേഴ്സ്, എവിടെ ആ പ്രസിംഗ് സ്ട്രക്ചർ, എവിടെ ആളുകൾ ട്രാക്ക് ബാക്ക് ചെയ്ത് വരുന്നത്, അവിടെ ക്രോസ് കംഫർട്ടബിളി ബോക്സിലോട്ട് നെക്കിറ്റിക്കയുടെ ഷോട്ട് ഫസ്റ്റ് ടൈം വിച്ച് കോർട്ടുവ സേവ് ചെയ്താൽ സെക്കൻഡ് സലയുടെ കാലിലോട്ട് ചെല്ലുന്ന ബോൾ മിലിട്ടാവിൻ്റെ ഒരു ക്രൂഷ്യൽ ബ്ലോക്കായിരുന്നു അവിടെ. അല്ലെങ്കിൽ 2-0 വീണ്ടും ആവേണ്ടതാണ്. കൂടാതെ എത്രയോ മൂമെന്റ്സ് ആൻഡ് എത്രയോ കംഫർട്ടബിൾ സോൺസിൽ നിന്നാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സബോസ്ലായ ഷോട്ട്സ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. അതൊക്കെ പറയാതിരിക്കാൻ വയ്യ. സോൺ 14 ഏരിയ കംപ്ലീറ്റ്ലി ലിവർപൂളിന് അങ്ങ് വിട്ടുകൊടുത്തിരിക്കുമായിരുന്നു നമ്മൾ നോക്കാനായിട്ടാണ് റയൽ മാഡ്രിഡ്. അത് പറയാതിരിക്കാൻ വയ്യ. സോൺ 14 കാര്യത്തിലോട്ടാണെങ്കിലും ഹാഫ് സ്പേസസിലോട്ടൊക്കെയാണെങ്കിലും വന്നാൽ എവരിവെയർ ലിവർപൂൾ ഡോമിനേഷനാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ കറേറാസ് വേഴ്സസ് സല ബാറ്റിൽ, അതൊരു 50-50 ബാറ്റിൽ നമുക്ക് ഇവഞ്ചുവലി അറ്റ് ദ എൻഡ് പറയാം. കാരണം കറേറാസ് നല്ലപോലെ അത്യാവശ്യം നല്ലപോലെ തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചു സലനെ. പക്ഷേ സലയുടെ ചില മൊമെന്റ്സ് ഉണ്ടായിരുന്നു കരേറാസിനെ ബീറ്റ് ചെയ്തു പോയി. സോ അതൊരു 50-50. വേറെ ഒരു മൊമെന്റ്സ് സല കരേറാസിനെ ഔട്ട് ക്ലാസ് ചെയ്തു. വേറെ ഒരു മൊമെന്റ്സ് കരേറാസ്
സലേറവൻ കുഴപ്പമില്ലാത്ത രീതിയിൽ ഡിഫെൻഡ് ചെയ്ത മൊമെന്റ്സ് ഉണ്ട്. പക്ഷേ അവിടെ കരേറാസ് പലപ്പോഴും ഐസൊലേറ്റഡ് ആവുന്നു. വിനി ട്രാക്ക് ബാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ മൊമെന്റ്സിൽ ഇപ്പോൾ ബ്രാഡ്ലി പുഷ് ചെയ്യുമ്പോൾ വിനിയുടെ ഭാഗത്തുനിന്ന് ഓൾ ദ ടൈം ആ ഒരു അഗ്രസീവ്നെസ് വരുന്നില്ല. ഞാൻ ഇന്നലെ പലപ്പോഴും ബ്രാഡ്ലി വേഴ്സസ് സല രണ്ടുപേരെയും അറ്റ് ദ സെയിം ടൈം മാർക്ക് ചെയ്യേണ്ട സിനാരിയോസ് കരേറാസിന് വരുന്നുണ്ടായിരുന്നു. ആൻഡ് ഇന്നലെ കരേറാസും ടു ആൻ എക്സ്റ്റെന്റ് മിലിറ്റാവും ആൻഡ് വിത്തൗട്ട് എ ഡൗട്ട് ടീബോ കോട്ടോ ഇവരെ 3 പേരെ ഒഴിച്ചു നിർത്തിയ ബാക്കി ആർക്കും റയൽ മാഡ്രിഡ് ടീമിൽ അത് നല്ലൊരു പെർഫോമൻസ് എന്ന് പറയാനില്ല. ആൻഡ് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്നാന്ന് വെച്ചാൽ ആ ഗോൾ വന്ന സിനാരിയോ ഇവിടെ റയൽ മാഡ്രിഡ് നമുക്കറിയാം ഈ സീസൺ സെറ്റ് പീസുകൾ കൺവേർട്ട് ചെയ്യുന്ന കാര്യത്തിൽ വളരെ മോശമാണ്. ധാരാളം സെറ്റ് പീസുകൾ റയൽ മാഡ്രിഡിന് കിട്ടുന്നത് എല്ലാവരും മിസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇന്നലത്തെ മാച്ചിൽ കിട്ടിയ ഒരു എഗെയിൻസ്റ്റ് വരുന്ന സെറ്റ് പീസ്, അതായത് റയൽ മാഡ്രിഡ് കൺസീഡ് ചെയ്യുന്ന സെറ്റ് പീസുകൾ റയൽ മാഡ്രിഡ് ഡിഫെൻസീവ്ലി കുറച്ച് മോശമാണ്. അത് തന്നെയാണ് സെറ്റ് പീസിലൂടെയാണ് ഇന്നലെ ഗോൾ വരുന്നത്. നിങ്ങൾക്കാണ് ഇവിടെ ജൂഡ് ബെല്ലിംഗം ഇപ്പോൾ പ്ലേയേഴ്സ് കോൺസ്റ്റൻ്റ്ലി ഫൗളുകൾ കമ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമായിരുന്നു. ആകെപ്പാടെ ഒരു ഹെഡ്ലെസ് ചിക്കൻ പോലെയായിരുന്നു ചില മൊമെന്റ്സിൽ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ്, എസ്പെഷ്യലി ഹൗസന്റെ ഭാഗത്തുനിന്ന് ഇത്രയും മിസ്പാസുകൾ വരുന്ന ഒരു മാച്ച് ഞാൻ കണ്ടിട്ടില്ല. ഹൗസന്റെ വൺ ഓഫ് ദ വേഴ്സ്റ്റ് പെർഫോമൻസ് ഞാൻ പുള്ളി ബോൺമത്ത് ഡേയ്സ് വെച്ച് നോക്കുവാണെങ്കിൽ പോലും കണ്ടത് വെച്ച്. കാരണം ഇന്നലെ ആൾ 70 പാസിൽ 56 കംപ്ലീറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ പാസ് കംപ്ലീറ്റ് ചെയ്ത പ്ലെയർ അങ്ങനെയൊക്കെ പറയിപ്പിച്ചിട്ട്, പക്ഷേ 14 മിസ്പാസ് ഉണ്ടായിരുന്നു ഹൗസന്റെ ഒരു സെന്റർ ബാക്കിന്റെ ഭാഗത്തുനിന്ന്. അത് വരുവാന്ന് പറഞ്ഞാൽ ടീം എക്സ്പോസ്ഡ് ആവും. ആൻഡ് ഹൗസനെയൊക്കെ അറിയാം റയൽ മാഡ്രിഡ് കുറച്ച് ഡിപ്പെൻഡൻ്റ് ആണ്, എസ്പെഷ്യലി ഗൂളറിനെ ഗെയിമിൽ നിന്ന് കംപ്ലീറ്റ്ലി ഔട്ടായപ്പോൾ ഹൗസനെയൊക്കെ ഡിപ്പെൻഡഡ് ആവും ബിൽഡപ്പ് ഫേസിലോട്ട് വരുമ്പോൾ. ഹൗസിൻ്റെ ഭാഗത്തുനിന്നൊക്കെ മിസ്പാസുകൾ വരുമ്പോൾ അത് ക്യാപിറ്റലൈസ് ചെയ്യുമായിരുന്നു. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂൾ ഫുള്ളി ക്യാപിറ്റലൈസ് ചെയ്തില്ലേ ചെയ്യുമായിരുന്നു, സ്കോർ ഇവിടെ നിൽക്കേണ്ടതല്ല. അതിൻ്റെ ഗോൾ വന്ന സിനാരി ആണ് ബെല്ലിംഗം അവിടെ ഫൗൾ ചെയ്യുകയാണ് സബോസ്ലായിനെ. ആൻഡ് ബെല്ലിംഗം ഫൗൾ കൺസീഡ് ചെയ്യുന്നു. അവിടെ സബോസ്ലായി തന്നെ ഫ്രീ കിക്ക് എടുക്കുകയാണ്. ആൻഡ് സബോസ്ലായി എടുക്കുന്ന ഫ്രീ കിക്ക് നേരെ മക്കലിസ്റ്ററിലോട്ടാണ് വരുന്നത്. മക്കലിസ്റ്ററിൻ്റെ ഹെഡറിലൂടെ ഗോൾ സ്കോർ ചെയ്യാണ്, ഡിസേർവിംഗ്ലി ലീഡ് എടുക്കുകയാണ്. അവിടെയും പുവർ പീസ് ഓഫ് മാർക്കിംഗ് ആണ്, വളരെ പുവർ പീസ് ഓഫ് മാർക്കിംഗ് ആണ് ലിവർപൂൾ പ്ലേയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് മക്കലിസ്റ്ററിനെ അവിടെ ഫ്രീ ആക്കുന്ന കാര്യത്തിൽ. അതിന് മുമ്പൊക്കെ ആണെങ്കിലും ഈ കോർണർ കിക്സ് ഒന്ന് വാണ്ടേക്കിന് ഹെഡറിൻ്റെ ഒരു അന്യായ സേവ് ഉണ്ടായിരുന്നു ടീബോ കോട്ടോടെ. അതുപോലെ തന്നെ മറ്റൊരു അതിൻ്റെ വീണ്ടും എടുത്ത കോർണർ കിക്ക് എക്കിറ്റിക്കയുടെ ഹെഡർ ടീബോ കോട്ടോ സേവ് ചെയ്യുന്നുണ്ട്. സോ അവിടെ വളരെ മാണ്ടേക്കൊക്കെ എക്കിറ്റിക്കൊക്കെ പോലത്തെ പ്ലേസിന് ഫ്രീലി അങ്ങ് വിടുവാണ് ഹെഡർ ചെയ്യാനായിട്ട് റയൽ മാഡ്രിഡ്. അത് കൺസേണിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ചാബി അലോൺസോ വിൽ ബി ഫീലിംഗ് ഫ്രസ്ട്രേറ്റഡ് ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പോൾ. ആൻഡ് എടുത്ത് പറയേണ്ട കാര്യം ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് പിച്ചിലിറങ്ങി ആൾക്ക് നല്ലൊരു ബൂയിങ് ഓവേഷനൊക്കെ കൊടുത്തു, ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. ആൻഡ് ട്രെൻഡിൻ്റെ സെലിബ്രേഷനാണ് ഗോൾ സ്കോർ ചെയ്തതിന് ശേഷം മക്കലിസ്റ്റർ ഇട്ടത്. അത് അനദർ രസകരമായിട്ടുള്ള ഒരു കാര്യം. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം കൊണാട്ടെ ഇന്നലെ ഒരു എന്നാ പറയുക ഓഡീഷൻ ഫോർ റയൽ മാഡ്രിഡ് നടത്തിയിട്ടുണ്ടെങ്കിൽ പുള്ളി അത് പാസ് ചെയ്തെന്ന് പറയേണ്ട ഒരു അമ്മാതിരി കിടിലം പെർഫോമൻസ് ആയിരുന്നു കൊണാട്ടയുടെ. കൊണാട്ടയാണോ ബുസ്കറ്റ്സ് ആണോ എന്ന് ചില സമയത്ത് നമ്മൾ ഓർത്ത് പോയി. കാരണം കൊണാട്ടയ്ക്കൊക്കെ കംഫർട്ടബിളി പ്രസ് ബീറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകാൻ സാധിക്കുവായിരുന്നു. അതൊക്കെ എങ്ങനെ റയൽ മാഡ്രിഡ് എഗെയിൻസ്റ്റ് പറ്റുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. റയൽ മാഡ്രിഡ് അമ്മാതിരി മോശമായിരുന്നു ഇന്നലത്തെ മാച്ചിൽ ഓഫ് ദ ബോൾ എന്നുള്ളത് നമുക്ക് എടുത്ത് കാണിക്കുന്ന ഒരു സിനാരിയോസ് ആയിരുന്നു. അന്നേരം ഫസ്റ്റ് ഹാഫിൽ ജൂഡ് ബെല്ലിംഗമിൻ്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു മമർദാഷ്വലി സേവ് ചെയ്ത്, അത് ഒഴിച്ചു നിർത്തിയാൽ മമർദാഷ്വലിക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാനായിട്ടില്ല. സെക്കൻഡ് ഹാഫും മമർദാഷ്വലി ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ പിച്ച് നിൽക്കുന്ന ഒരു സിനാരിയോ ആയിരുന്നു. റയലിന് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു. ആൻഡ് ഇന്നലെ എംബാപ്പേനെ നമ്മൾ കണ്ടു ഒരു ടാക്ടിക്കൽ ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. കാരണം ഇന്നലെ നമ്മൾ കണ്ടു വാണ്ടേക്ക് എംബാപ്പേനെ 1-2 സിനാരിയോസിൽ ഓഫ് ദ ബോൾ ഒന്ന് ഫൗൾ ചെയ്യുന്നു, അഥവാ ഒന്ന് ഫിസിക്കാലിറ്റി കാണിക്കുന്നു, അഗ്രഷൻ കാണിക്കുന്നു. ആ ഒരു മെൻ്റൽ ബാറ്റിലോട്ട് കിടക്കുകയാണ്. എംബാപ്പയ്ക്ക് ബോൾസ് ഫീഡ് ചെയ്യാനേ സാധിക്കുന്നില്ലായിരുന്നു റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിന്. സോ എംബാപ്പെ ഡ്രോപ്പ് ചെയ്യുന്നു, വൈഡിലോട്ട് വന്നു, പല ചാനൽസിലോട്ട് വന്നു, ഒന്നും പറ്റുന്നില്ല. കംപ്ലീറ്റ്ലി നള്ളിഫൈ ചെയ്തെന്ന് പറയേണ്ട ഒരു എല്ലാ പ്ലേയേഴ്സിനെയും. ആൻഡ് വാട്ട് എ ടാക്ടിക്കൽ മാസ്റ്റർ ക്ലാസ്സിലുമേക്കാൾ ഉപരി, ടാക്ടിക്കൽ മാസ്റ്റർ ക്ലാസ് എന്ന് തന്നെ പറയാം, പക്ഷേ അതിനേക്കാൾ ഉപരി വി ഹാവ് ടു ഗിവ് ക്രെഡിറ്റ് ടു ആൻഫീൽഡ് ക്രൗഡ് ആൻഡ് പ്ലേയേഴ്സ് as well. കാരണം ഇമാതിരി ഇൻറ്റൻസിറ്റിയിൽ റയൽ മാഡ്രിഡിനെ അഗെയിൻസ്റ്റ്, അതും കഴിഞ്ഞ സീസണിൽ പോലും ഞാൻ ഇമാതിരി ഇൻറ്റൻസിറ്റി ലിവർപൂൾ കൊടുക്കുന്നത് കണ്ടിട്ടില്ല. ആൻഡ് സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് മൊമെന്റ്സിൽ ബോൾ റയൽ മാഡ്രിഡിന് കൊടുത്തിട്ട് കംഫർട്ടബിളി ഡിഫെൻഡ് ചെയ്യണം. നിങ്ങൾക്ക് കാണാം പൊസഷൻ വൈസ് റയൽ മാഡ്രിഡിന് 65% പൊസഷൻ ഉണ്ടായിരുന്നു, പക്ഷെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പം 2.68 XG നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂളിൻ്റെ. അപ്പുറത്ത് റയൽ മാഡ്രിഡ് നത്തിങ്, XG ഒക്കെ നോക്കുകയാണെങ്കിൽ നത്തിങ്. എത്ര ബിഗ് ചാൻസ് ആണ്, ഇപ്പം 4 ബിഗ് ചാൻസുകൾ മിസ് ചെയ്തു ലിവർപൂൾ. സോ ഇറ്റ്സ് ലൈക്ക് കംപ്ലീറ്റ് ഡോമിനേഷൻ, ഒന്നും പറയാനില്ല. സോ റയൽ മാഡ്രിഡ് ഇവിടുന്ന് എവിടെ പോകും നമുക്ക് നോക്കാം. എന്തായാലും 2 ടീമുകൾക്കും ഇപ്പം 4 മാച്ചുകൾ കഴിഞ്ഞപ്പോഴേക്കും 3 വിന്നും 1 ലോസുമാണുള്ളത്. ലിവർപൂൾ ക്യാരക്ടേഴ്സിനോട് ചോദിച്ചപ്പം തോറ്റപ്പോൾ റയൽ മാഡ്രിഡ് ഇപ്പോൾ ലിവർപൂളിനോട് ഒരു സൊലച്ചി ചാബി അലോൺസോ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത്. എവേ മാച്ചുകൾ ബിഗ് നൈറ്റ്സിൽ ഇപ്പം എങ്ങനെ ഇപ്പോൾ ഈ സീസണിലെ 2 ബിഗ് എവേ മാച്ചുകൾ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടു. നമ്മൾ റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡ് മാച്ചിലും കണ്ടു, ഇന്നലത്തെ മാച്ചിലും കണ്ടു. സൊലച്ചി എങ്ങനെ പോകുന്നു. അവിടെ നമ്മൾ നേരെ മറ്റൊരു മാച്ച് ടച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ ഇന്നലെ PSG വേഴ്സസ് ബയൺ മ്യൂണിക്കിൽ PSG 2-1 തോക്കുകയുണ്ടായി. ബയൺ 16 മാച്ചുകൾ കോൺസിക്യൂട്ടീവായിട്ട് ഓൾ കോമ്പറ്റീഷൻ ഈ സീസൺ ജയിച്ചിരിക്കുകയാണ്. ലൂയിസ് ഡിയാസ് ഫസ്റ്റ് ഹാഫിന് നേടിയ 2 ഗോളുകളാണ് ബയണിന് വിക്ടറി നേടിക്കൊടുത്തത്. സോ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബയൺ മ്യൂണിക് ടീം ഉണ്ടല്ലോ, ഈ ഒരു ടീം വൺ ട്രിക്ക് പോണി അല്ല. നിങ്ങളിപ്പം
റിയലി ഞാനാണെങ്കിൽ 2 ടാക്ടിക്കൽ അനാലിസിസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ബയൺ മ്യൂണിക്കിനെ കുറിച്ച് ഈ സീസൺ. അപ്പോൾ വിൻസെന്റ് കമ്പനി ഒരു വൺ ട്രിക്ക് പോണിയല്ല. നമ്മൾ ലാസ്റ്റ് സീസൺ കണ്ടതൊക്കെ വിൻസെന്റ് കമ്പനി അല്ല അത്. പുള്ളി ഈ സീസൺ ലാസ്റ്റ് സീസണോട് കമ്പയർ ചെയ്യുമ്പോൾ ഫീൽഡ് ടിൽറ്റ് കുറഞ്ഞു. വിച്ച് മീൻസ് ഒപ്പോണന്റ് അഗ്രസീവ്ലി ഹയർ ഓഫ് പിച്ചസ് വെച്ച് തന്നെ നമുക്ക് എപ്പോഴും ബോൾ വിൻ ചെയ്യണമെന്നുള്ള വാശി വിളിക്കില്ല. പൊസഷൻ ലാസ്റ്റ് സീസണേക്കാളും താഴോട്ട് പോയിട്ടുണ്ട്. ആ XG കൺസിഡേർഡ് കുറഞ്ഞു. വിച്ച് മീൻസ് ഒപ്പോണന്റ് പൊസഷൻ കൊടുക്കാനും അവർ റെഡിയാണ്, ഡിഫെൻഡ് ചെയ്യാൻ റെഡിയാണ്. ഹാരി കെയിൻ്റെ മൂവ്മെന്റ്സ്, കിമിച്ചിൻ്റെ മൂവ്മെന്റ്സ്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം സെക്കൻഡ് ഹാഫിൽ ആ 10 പേരുമായി ചുരുങ്ങിയതിന് ശേഷം അവർ ലോ ബ്ലോക്ക് ഇട്ട് ഡിഫെൻഡ് ചെയ്യണം. ഓക്കെ 10 പേരാണ്, ഇനി അഗ്രസീവ് കളിക്കാൻ പറ്റത്തില്ല, അത് മനസ്സിലാക്കി ലോ ബ്ലോക്ക് ഇട്ട് ഡിഫെൻഡ് ചെയ്യണം. PSG അഗേൻസ്റ്റ് സെക്കൻഡ് ഹാഫിൽ ആ 10 പേരുമായി ചുരുങ്ങി 2-0 ലീഡ് പ്രൊട്ടക്ട് ചെയ്തു. അവർ അവസാനം ഒരെണ്ണം ജാവനോസ് അടിച്ചു, പക്ഷേ എന്നാലും പ്രൊട്ടക്ട് ചെയ്തു. അതിനൊക്കെ നമുക്ക് മാർക്ക് കൊടുക്കണം. ആൻഡ് ഇന്നത്തെ മാച്ചിൽ PSG 2 മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്തു. അതിലൂടെയാണ് ഗോളുകൾ വരുന്നത്. ഫസ്റ്റ് വൺ PSG ഒരു മിസ് പാസ് ചെയ്തത് പ്രസ് ചെയ്ത് വിൻ ചെയ്ത് അവിടുന്ന് പോയി ഒരു ഗോൾ സ്കോർ ചെയ്യുമായിരുന്നു ലൂയിസ് ഡിയാസ്. അത് ഫസ്റ്റ് ഗോൾ. ആൻഡ് സെക്കൻഡ് ഗോൾ മാർക്യൂരസിൻ്റെ കാലിൽ നിന്ന ബോൾ വന്ന് ലൂയിസ് ഡിയാസ് റാഞ്ചിക്കൊണ്ട് പോയി ഗോൾ സ്കോർ ചെയ്യാൻ. 2 മിസ്റ്റേക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ. ഇതിനിടയ്ക്ക് ഉസ്മാൻ ഡെമ്പലെ ഒരു ഗോൾ തിരിച്ചടിച്ചിരുന്നു, പക്ഷേ അത് ഓഫ് സൈഡ് ആയ കാരണം ഡിസലോ ചെയ്തു. അതുപോലെ തന്നെ സ്റ്റാനിസിച്ചിൻ്റെ ഒരു ഗോൾ ഓഫ് സൈഡ് ആയ കാരണം ഡിസലോ ചെയ്തു. ഗ്നാബ്രയുടെ ഒരു ഷോട്ട് ബാറി തട്ടിപ്പോകുന്ന സിനാരിയോ നമ്മൾ കണ്ടു. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം സെക്കൻഡ് ഹാഫ് ഇപ്പം ലൂയിസ് ഡിയാസ് ആണ് 2 ഗോൾ സ്കോർ ചെയ്തത്. ബട്ട് ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് ലൂയിസ് ഡിയാസിൻ്റെ ഒരു റെക്ലെസ് ചാലഞ്ച് ഉണ്ടായിരുന്നു ഓൺ ഹക്കീമി. അത് വളരെ പൂറായിട്ടുള്ള ഒരു ചാലഞ്ചായിരുന്നു. ഡിസേർവിങ് റെഡ് കാർഡും കിട്ടി. ആൾ നെക്സ്റ്റ് ആർസണൽ മാച്ചിന് കാണത്തില്ല. ഹക്കീമി ഈ സീസൺ ഓവർ ആവുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വേൾഡ് കപ്പാണ് വരുന്ന ആൾ വളരെ വിഷമിച്ചാണ് ഇറങ്ങിപ്പോയത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഉസ്മാൻ ഡെമ്പലെ 25-ാം മിനിറ്റിൽ ഇഞ്ചറി പറ്റിപ്പോയി. ഡോയ ഔട്ടാണ്, ഡെമ്പലെ ഇഞ്ചറി എന്ന് വന്നാണ്. സോ ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഫിറ്റ് ആയിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലർക്കും കാണും. സോ ഡെമ്പലെ ഇഞ്ചറി പറ്റിപ്പോയത് മേ ബി കൺസേണിംഗ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇഞ്ചറീസ്, ഡെമ്പലയുടെ ഇഞ്ചറി, ഫാബിയൻ റൂയിസിനും ജാവനോസിനും വിറ്റീനിക്കും എല്ലാ ഈ സീസൺ ഇഞ്ചറി കിട്ടിയിരുന്നു. സോ ഇഞ്ചറി ഇപ്പോൾ അവരെല്ലാം അവൈലബിൾ ആണ്. പക്ഷേ എന്നാലും ഇഞ്ചറി കൺസേൺ വളരെ എടുത്തു നിൽക്കുന്ന ഒരു കാര്യമാണ് PSG വരുമ്പം. ആൻഡ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ കാംഗ്ലി ഇറങ്ങി, ജോവനവസ് ഇറങ്ങി. കാംഗ്ലിയുടെ ഒരു ക്രോസിലൂടെ ജോവനവസ് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് നല്ലൊരു ഫിനിഷ് ആയിരുന്നു. തിരിച്ച് കളിയിലോട്ട് വരുന്നൊരു സിനാരി ഒന്നും. പക്ഷേ മാനുവൽ ന്യൂയർ ഒരു ഗോൾ പോലെ തന്നെ ഇന്നലത്തെ മാൻ ഓഫ് ദ മാച്ച് മാനുവൽ ന്യൂയർ ആയിരുന്നു. ഈ ഒരു പ്രായത്തിൽ മാനുവൽ ന്യൂയറുടെ പെർഫോമൻസ് പറയാതിരിക്കാൻ വയ്യ. വേൾഡ് ക്ലാസ് പെർഫോമൻസ് ആണ് മാനുവൽ ന്യൂയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇന്നലെ കിമിച്ച്, ഇന്നലെ വിറ്റീനയോടൊപ്പം കിമിച്ച് എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഒരു ടാക്ടിക്കൽ മാസ്റ്റർ ക്ലാസ് ആണ്. ഇന്നലെ ഇവർക്കൊരു ഫിക്സഡ് പൊസിഷൻ ഇല്ല. ദർ ഈസ് റൊട്ടേഷൻ, പ്ലേയേഴ്സ് മൂവ്മെൻറ്റ്. കിമിച്ച് വിറ്റീനെ ഡ്രോപ്പ് ചെയ്ത് ബോൾ റിസീവ് ചെയ്യാൻ വരുമ്പോൾ കിമിച്ച് ആളോടൊപ്പം അങ്ങ് പോവാണ്. ഫുൾ ടൈം ഇന്നലെ വിറ്റീനയോടൊപ്പം നിഴല് പോലെ അള്ള് കിമിച്ചായിട്ട് ഇന്നലെ ഉണ്ടായിരുന്നു. സോ അള്ള് കമവിങ്ങിയ നല്ല കിമിച്ചിലോട്ട് ഇന്നലെ പോയി. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. എന്താണ് നിങ്ങൾക്ക് ഈ മാച്ച് കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാച്ചിലുള്ള ഒപ്പീനിയൻ എന്ന് പറയാം. ഇന്നലെ സ്ലാവിയ പ്രാഹനെ 3-0 തോപ്പിച്ച് 3-0 3-0 തോപ്പിച്ച് ആർസണൽ ക്ലീൻ ഷീറ്റ് കഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ 7ാം ക്ലീൻ ഷീറ്റ് മാൻ. എഗൻസ്റ്റ് ബയണാണ് അടുത്ത ചാമ്പ്യൻസ് ലീഗ് മാച്ച്. 16 മാച്ചസായിട്ട് കോൺസിക്യൂട്ടീവില് ജയിച്ചു വരുന്ന ടീം വേഴ്സസ് ഗോളുകൾ കൺസീഡ് ചെയ്യാത്ത ടീം. മാൻ അടിപൊളി മാച്ചായിരിക്കും. 3-0 വിക്ടറിയുമായി ആർസണൽ ഇന്നലെ ജയിച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ആർസണൽ എല്ലാ മാച്ചും ജയിച്ചിട്ടുണ്ട്. 4 മാച്ചും ജയിച്ചു പോവുകയാണ് ചാമ്പ്യൻസ് ലീഗിൽ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.